Hi viewers, I'm Jenji. So you have learned how to use shall and will with I and be. Today we are going to learn how to use the same auxiliary verb shall and will with other subjects. ഇന്ന് നമ്മൾ ഐ ബി ഒഴികെയുള്ള യു, ദേ, ഹി, ഷീ, ഇറ്റ്, രാജു, മോഹൻ, ബോയ്സ്, ഗേൾസ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുക. അതായത് നമ്മളിപ്പം ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്, ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ്. അപ്പോൾ അതെന്താണ്? അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഐ ബി ഒഴികെയുള്ള എല്ലാ സബ്ജക്റ്റുകൾ കഴിഞ്ഞാൽ വിൽ ആണ് ഉപയോഗിക്കുക. WILL വിൽ, ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ. അപ്പോൾ അതിൽ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ദേ വിൽ കം ടുമോറോ. ദേ വിൽ ചുരുങ്ങും, ദെയിൽ നിന്നാവും. സോ ദേ വിൽ കം ടുമോറോ, അവർ നാളെ വരും. ഹിൽ കം ടുമോറോ, ഹി വിൽ കം ആണ് ചുരുങ്ങിയിട്ട് ഹിൽ കം ടുമോറോ, അവൻ നാളെ വരും. ഷീൽ കം ടുമോറോ, അവൾ നാളെ വരും എന്നാണ്. അപ്പോൾ ഒരു നോർമൽ ഫ്യൂച്ചറാണ്, അതിന് വലിയ ഇമോഷണൽ ഒന്നും പറയുന്നില്ല. അവർ നാളെ വരും, അവൻ നാളെ വരും എന്ന് സാധാരണ രീതിയിൽ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു നെഗറ്റീവ് ഫോം ഉണ്ടാവണം. നെഗറ്റീവ് ഫോം എങ്ങനെയാണ് വരുന്നത്? വിൽ പ്ലസ് നോട്ടാണ്. അതാണ് ചുരുങ്ങിയിട്ട് വോണ്ട് ആവും. WON' ആണ് വോണ്ട്. വോണ്ട് എന്നാണ് അത് ഉച്ചരിക്കുക. വേറൊരു വോണ്ട് ഇംഗ്ലീഷിലുണ്ട്, WANT, അതും വോണ്ടാണ്. അത് വോണ്ടെന്നൊന്ന് പറഞ്ഞ് തെറ്റിച്ച് ഉപയോഗിക്കരുത്. വോണ്ട്, അത് വോണ്ടാണ്. അപ്പോൾ ആ വോണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ നമ്മൾ നിഷേധവാക്യമാണ്, WON' വോണ്ട്. സോ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ വോണ്ട് കം ടുമോറോ, അവർ നാളെ വരില്ല. ഹി വോണ്ട് കം ടുമോറോ, അവൻ നാളെ വരില്ല. ഷീ വോണ്ട് കം ടുമോറോ, അവൾ നാളെ വരില്ല. അപ്പം നമുക്ക് നെഗറ്റീവ് ഫോം ഉണ്ടാക്കാൻ അറിയാം. അപ്പം നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുമായി. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എളുപ്പമാണ്. വിൽ ദേ കം ടുമോറോ തലതിരിച്ചിട്ടാൽ മതി. ദേ വിൽ എന്നുള്ളത് വിൽ ദേ എന്നായി. വിൽ ദേ കം ടുമോറോ, അവർ നാളെ വരുമോ? വിൽ ഹി കം ടുമോറോ, അവൻ നാളെ വരുമോ? വിൽ ഷീ കം ടുമോറോ, അവൾ നാളെ വരുമോ? ഇനി അതിന് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പം എങ്ങനെയാണ്? അതാണ് വോണ്ട്. വോണ്ട് കൊണ്ട് തുടങ്ങാം. വോണ്ട് ദേ കം ടുമോറോ, അവർ നാളെ വരില്ലേ? വോണ്ട് ഹി കം ടുമോറോ, അവൻ നാളെ വരില്ലേ? വോണ്ട് ഷീ കം ടുമോറോ, അവൾ നാളെ വരില്ലേ? അപ്പോൾ നമുക്ക് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യനായി. അപ്പോൾ വില്ലിൻ്റെ നെഗറ്റീവ് ഫോമാണ് വാട്ട്. അതുപോലെ ഷാലിന് ഒരു നെഗറ്റീവ് ഫോം ഉണ്ട്, ഷാൽ പ്ലസ് നോട്ട്. അത് ചുരുങ്ങുമ്പോൾ ഷാൻറ്റ് എന്നാണ് ഉച്ചരിക്കുക. പക്ഷേ അത് അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിലൊക്കെ വരുമ്പോഴേ അതിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ, അല്ലാതെ അത് സാധാരണ ഉപയോഗത്തിലില്ല. അപ്പം നമുക്കിപ്പം മനസ്സിലായി, കോമൺ ആയിട്ട്, ജനറലായിട്ട്, നോർമലായിട്ട് ഉപയോഗിക്കുന്ന വിൽ ആൻഡ് വോണ്ട് ആണെന്ന് മനസ്സിലായി. എന്നാൽ ഇവിടെയും ഷാൽ വരും, ചില സമയത്ത് ഷാൽ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഷാൽ ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യു വിൽ പാസ് ദ എക്സാം. ഒരാളോട് പറയാണ്, ഓക്കെ യു വിൽ പാസ് ദ എക്സാം, എനിക്കറിയാം നീ പരീക്ഷയിൽ ജയിക്കുമെന്നാണ്. യു വിൽ പാസ് ദ എക്സാം. ആ വില്ലിന് പകരം ഷാൽ ഉപയോഗിച്ചാൽ യു ഷാൽ പാസ് ദ എക്സാം. അതൊരു ഓർഡറാണ്. അത് ഒരു ഓർഡർ, ഒരു ഉത്തരവ് പോലെ പറയുന്നതാണ്. യു ഷാൽ പാസ് ദ എക്സാം മീൻസ് യു മസ്റ്റ് പാസ് ദ എക്സാം. നീ പരീക്ഷ പാസ്സായിരിക്കണം. അതൊരു ഉത്തരവ് പോലെയാണ്, അതിന് ഇനി മാറ്റമൊന്നുമില്ല. അപ്പം ബില്ലിന് പകരം ഷാലാകുമ്പം, പക്ഷേ ഇതൊക്കെ ഒരു ഫോർമൽ സിറ്റുവേഷനിൽ പറയുന്നതാണ്. കൂടുതലും കോർട്ട് ലാംഗ്വേജിലൊക്കെ വരുന്നതാണ് ആ ഷാൽ ഉപയോഗിക്കുന്നത്, അല്ലാതെ നമ്മുടെ നിത്യോപയോഗത്തിൽ കൂടുതൽ. പക്ഷേ അർത്ഥവ്യത്യാസം അറിയണം. അതുപോലെ വേറൊരു എക്സാമ്പിൾ, ദ വെഡ്ഡിങ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. ദ വെഡ്ഡിങ് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ടുമോറോ. അതായത് വിവാഹം നാളെ നടക്കില്ല, അവിടെ എന്തോ പ്രശ്നമുണ്ട്, അവർക്ക് എന്തോ ഒരു അസൗകര്യമുണ്ട്, അതുകൊണ്ട് കല്യാണം നാളെ നടക്കൂല കേട്ടോ എന്നേ ഉള്ളൂ. ദ വെഡ്ഡിങ് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ടുമോറോ. ആ വില്ലിന് പകരം ഷാൽ ഉപയോഗിച്ച അർത്ഥം എന്താവും? ദ വെഡ്ഡിങ് ഷാൽ നോട്ട് ടേക്ക് പ്ലേസ് ടുമോറോ. ദ വെഡ്ഡിങ് ഷാൽ നോട്ട് ടേക്ക് പ്ലേസ് ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ നടക്കുക, സംഭവിക്കുക എന്നാണ്. ദ വെഡ്ഡിങ് ഷാൽ നോട്ട് ടേക്ക് പ്ലേസ് ടുമോറോ. ആ കല്യാണം നാളെ നടക്കാൻ പാടില്ല. ഐ വോണ്ട് അലൗ, ഞാൻ അതിന് സമ്മതിക്കില്ല എന്നാണ്. ആ കല്യാണം അത് നടക്കാൻ പാടില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് ഷാൽ നോട്ട് ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞ അർത്ഥം. അതുപോലെ ഓൾ സ്റ്റുഡൻസ് വിൽ ഗെറ്റ്
noon meal. All students will get noon meal. എന്താ അർത്ഥം? എല്ലാ വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം കിട്ടും. അതൊരു നോർമലാണ്. ഓൾ സ്റ്റുഡൻസ് വിൽ ഗെറ്റ് നൂൺ മീൽ. അതിന് പകരം ഷാൽ ഉപയോഗിച്ചാൽ എന്താവും? ഓൾ സ്റ്റുഡൻസ് ഷാൽ ഗെറ്റ് നൂൺ മീൽ. ഓൾ സ്റ്റുഡൻസ് ഷാൽ ഗെറ്റ് നൂൺ മീൽ മീൻസ് മസ്റ്റ് ഗെറ്റ് എന്നാണ്. കിട്ടിയിരിക്കണം. അതൊരു റൂളാണ്, ഒരു ഓർഡറാണ്, ഒരു ഉത്തരവാണത്. അത് കിട്ടിയിരിക്കണം, അതിന് മാറ്റം വരാൻ പാടില്ല. അപ്പോൾ ഇവിടെയും വ്യത്യാസമുണ്ട്. വില്ലാണ് നോർമൽ, ഷാൽ വന്നാൽ ഇതേപോലെയുള്ള എക്സ്ട്രാ മീനിങ് ഉണ്ട്. പക്ഷേ അതൊരു ഈ ഫോമൽ ലാംഗ്വേജിലാണ് കൂടുതൽ, സാധാരണ സംഭാഷണത്തിൽ കൂടുതൽ വരില്ല. അവിടെ മസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഐ ബി ഒഴികെയുള്ള സബ്ജക്റ്റുകളുടെ കൂടെ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്കൊന്ന് രണ്ട് സംഭാഷണങ്ങളും കൂടി നോക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിലേക്ക് പരിചയക്കാരെങ്കിലും വരുമ്പം ഷാൽ ഐ ഗെറ്റ് യു സം ടീ, ഷാൽ ഐ ഗെറ്റ് യു സം ടീ, അതാണല്ലോ നമ്മുടെ ചോദ്യം. കുറച്ച് ചായ എടുക്കട്ടെ? ഓ യെസ്, ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഓ യെസ്, ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ആയിക്കോട്ടെ, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുമ്പോഴാണ് യെസ് പറയുന്നത്. ചായ എടുക്കട്ടെ, ഓ ആയിക്കോട്ടെ, ഓ ആയിക്കോട്ടെ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. അതിന് പറയാം ഓ യെസ്, ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. അതിന് കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു കടയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ പരിചയക്കാർ വരുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടു, ഷാൽ ഐ ഓഫർ യു ടീ, ഷാൽ ഐ ഓഫർ യു ടീ, നോ താങ്ക്സ്, നോ താങ്ക്സ്, ഐ ജസ്റ്റ് ഹാഡ് ടീ. ഞാൻ ഇപ്പം ചായ കുടിച്ചുള്ളൂ, ഐ ജസ്റ്റ് ഹാഡ് ടീ. അവിടെ എന്ത് പറയണം? നോ മാത്രം പോരാ, നോ താങ്ക്സ്. നോ ചോദിച്ചതിന് വേണ്ട, നോ വേണ്ട, പക്ഷെ ചോദിച്ചതിന് നന്ദിയുണ്ട്, അതാണ് നോ താങ്ക്സ്. അപ്പം നമുക്ക് വേണമെന്നും പറയാം, വേണ്ടാന്ന് പറയാം. അപ്പം വേണ്ടാന്ന് പറയുമ്പോൾ നോ താങ്ക്സ് എന്ന് പറയണം. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് ഐ ജസ്റ്റ് ഹാഡ് ടീ, ഇതെപ്പോൾ ചായ കുടിച്ചതേ ഉള്ളൂ. അപ്പം ഷാലിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? അതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കാം. വിൽ യു ഡ്രോപ്പ് മീ അറ്റ് ദ ബാങ്ക്, വിൽ യു ഡ്രോപ്പ് മീ അറ്റ് ദ ബാങ്ക്. അല്ല, എന്നെ ആ ബാങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിടുമോ എന്നാണ്. അപ്പം മറ്റേ ചോദിക്കാം, ഫ്രം വേർ ഷുഡ് ഐ പിക്ക് യു അപ്പ്, ഫ്രം വേർ ഷുഡ് ഐ പിക്ക് യു അപ്പ്. എന്താ അർത്ഥം? ഞാൻ എവിടെ നിന്നാണ് നിങ്ങളെ പിക്കപ്പ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ്? അപ്പോൾ അയാൾ പറയുന്നു ഫ്രം മൈ ഓഫീസ്, ഫ്രം മൈ ഓഫീസ്, എൻ്റെ ഓഫീസിൽ നിന്നാണ്. ഓക്കെ, ഉത്തരായി. അപ്പം നോക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രയോഗങ്ങളാണ്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നിൽക്കാം. വേർ വിൽ യു മീറ്റ് ഹിം, വേർ വിൽ യു മീറ്റ് ഹിം. അല്ല, നീ അയാളെ എവിടുന്ന കാണുക? അറ്റ് ഹിസ് ഓഫീസ്, അയാളുടെ ഓഫീസിൽ പോയിട്ട് കാണാം. വെൻ വിൽ യു ഗോ ദർ, വെൻ വിൽ യു ഗോ ദർ. നീ എപ്പോഴാണ് അവിടെ പോവുക? വെൻ വിൽ യു ഗോ ദർ? ഇൻ ദ ആഫ്റ്റർനൂൺ, ഉച്ച കഴിഞ്ഞിട്ട് പോവാം. കണ്ടില്ല, ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നീണ്ട സെൻറ്റൻസിന് വരെ ചെറിയ സെൻറ്റൻസുകൾ, ഉത്തരങ്ങളിലൊക്കെ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രേസസ് ആണ് ഉപയോഗിക്കുന്നത്. So now you have learned the use of shall and will with all the subjects and some dialogues also. I hope you have got everything. Thank you. Thank you very much for watching this video. Goodbye till we meet again.